ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ ഡിഗ്രി പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 എക്സാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്ത് ഈ ഹോട്ട് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് വീണ്ടും കാണിക്കാൻ വന്നത് എന്നുള്ളത്. വേറൊന്നും കൊണ്ടല്ല, നമ്മളുടെ ഈ ഹോട്ട് ടോപ്പിക്സിൽ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട്, പഠിക്കണമെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളോട് ഹിസ്റ്ററിയുടെ വേൾഡ് വാർ, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സ്പെസിഫിക് ആയിട്ട് മെഡീവിയൽ അക്ബർ ഔറംഗസേബ് ഭയങ്കര ഇഷ്ടമാണ്, ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഞാൻ എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞു. അതിലത്തെ ഓരോ കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇതിൽ നിന്ന്. ഓക്കെ, ഡ്രെയിനേജ് പാറ്റേൺ കൃത്യമായിട്ട് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിലത്തെ പല കാര്യങ്ങളും, വാട്ടർ ഷെഡ് മാനേജ്മെന്റ്, അതുപോലെ എന്താണ് നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, നമ്മുടെ സോഫ്റ്റ്വെയർ സംഭവങ്ങൾ, അത് ഞാൻ ക്ലാസ് പോലെ വരെ കാണിച്ചിരുന്നതാണ്. പിന്നെ നമ്മൾ നാനോ ടെക്നോളജി, ഞാൻ നിങ്ങളോട് പറഞ്ഞു നാനോ ടെക്നോളജി ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ ലാസ്റ്റ് മൊമെന്റിൽ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഓരോന്നിനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ നിങ്ങൾ ആ ഒരു പേപ്പർ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് എന്താ പറയുക, അതെ ഓക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു പേപ്പറാണ് കേട്ടോ ഇത്. ഇതിൽ കുറേയധികം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേയധികം കാര്യങ്ങൾ പ്രീവിയസ് ഇയർ പേപ്പറിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 21 to 25 വരെയുള്ള പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ IT ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് ഏത് നെറ്റ്വർക്ക് ഡിവൈസാണ് ഡാറ്റ ലിങ്ക് ലെയറിൽ പ്രവർത്തിക്കുന്നതെന്ന്. ഇതൊക്കെ പ്രീവിയസ് ഇയർ പേപ്പറിൽ നിന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഹോട്ട് ടോപ്പിക്സ് ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുന്നതിനോടൊപ്പം തീർച്ചയായിട്ടും 21 to 25 വരെയുള്ള പ്രീവിയസ് ഇയർ പേപ്പേഴ്സും കൂടെ ഒന്ന് നോക്കണം എന്നുള്ളത്. ഓക്കെ, ഇത് ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് മാത്രമല്ല പല സബ്ജക്ട്സിൽ നിന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആണ് പ്രീവിയസ് ഇയർ പേപ്പർ നോക്കുന്നത്. അപ്പോൾ ഇതുവരെ കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലായ വൃന്ദാവൻ PSC വേൾഡിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം അത്. ഇനി അങ്ങോട്ടുള്ള സ്റ്റേജസിൽ എഴുതാൻ പോകുന്നവർക്ക് ഉള്ള ഒരു എക്സാക്ട് മോഡൽ ഇതാണ്, ഇതുപോലെ ചോദിക്കില്ലെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. നിങ്ങൾ മൊത്തത്തിലൊന്ന് ഇതിനെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എൻ്റെ അഭിപ്രായമാണ്. ഒരു 50+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അത്യാവശ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലോട്ടൊക്കെ എത്തും. അതാണ് ഞാൻ പറഞ്ഞത്, MEM കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും MEM മാത്രമായിട്ടുള്ള പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ MEMന്റെ പേപ്പേഴ്സ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്, 21 to 25 വരെ ഉള്ളത്. പിന്നെ കുറച്ച് സ്പെഷ്യൽ പേപ്പേഴ്സും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. ഇനി അങ്ങോട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് ആർക്കൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഇന്നലെ ഹോൾ ടിക്കറ്റ് വരാത്തവരുണ്ടെങ്കിൽ, അതായത് ആർക്കും വന്നിട്ടില്ല എങ്കിൽ നാളേക്കാണ് അറിയാൻ ചാൻസ്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ എടുത്ത് വെച്ച് ഇതുപോലെ ചോദിക്കുമെന്ന് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യേണ്ട. അവർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ ടച്ച് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കുള്ള പേപ്പറിൽ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം. കോൺസ്റ്റിറ്റ്യൂഷൻ, അതിന്റെ മേജർ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ഞാൻ കുറെ പറഞ്ഞില്ലേ, അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നമുക്ക് ഫസ്റ്റ് ഫേസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ അവർ കാണിച്ചു തന്നു. കുറേയധികം നമ്മൾ എന്താണ് കുറച്ചുകൂടെ അനലിറ്റിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വളരെയധികം സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചിന്തിച്ച് ഒക്കെ ചെയ്യേണ്ട രീതിയിലുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ കേട്ടോ. അതൊക്കെ എന്താണ് വളരെ വായിച്ച് നിൽക്കാതെ സ്കിപ്പ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ലക്ഷ്യം ഇവിടെ പാസ്സാകുക എന്നുള്ളതാണ്, അല്ലാതെ ഒരിക്കലും റാങ്ക് അല്ല. അപ്പോൾ ഇനി പഠിക്കുന്നവര് എങ്ങനെയാണോ ഇപ്പോൾ പഠിച്ചു പോകുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, നന്നായിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, നിങ്ങൾ ഇത് എന്താണ് ഇതിൽ ഇത്രയൊക്കെയല്ലേ ചോദിച്ചുള്ളൂ, അപ്പോൾ അതിലും അത്രയും അങ്ങനെ ഒന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. വളരെ സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ കട്ട് ഓഫ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്, സെക്കൻഡ് സ്റ്റേജ് എഴുതുന്നവർക്ക് മാത്രം. ഓക്കെ, അപ്പോൾ അവിടെ നോർമലൈസേഷന്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ആ ഒരു ഫുൾ എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അത് എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ ഫിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എഴുതിയവർക്ക് ആ ഒരു നോർമലൈസേഷൻ കിട്ടിയിട്ടുണ്ട്. കാരണം അത് ടഫ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് സ്റ്റേജിനാണ് വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു. അപ്പോൾ അവർക്ക് ആ ഒരു ബെനിഫിറ്റ് അധികം കിട്ടില്ല. അപ്പോൾ ഇനി എഴുതുന്നവർ ടെൻഷനൊന്നും അടിക്കാതെ എന്താണ് പറ്റുന്ന പോലെ മാക്സിമം ഹോട്ട് ടോപ്പിക്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നമ്മൾ പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ്, ഈ പല പേപ്പേഴ്സുകളിലായിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് പറയണം അല്ലേ, ഇതൊക്കെ പഠിക്കേണ്ടതാണ് ചോദിക്കുക എന്നുള്ളത്. അതിനുമപ്പുറം അവർ ചോദിക്കുന്നത് എന്താണ്, ഒരു എക്സ്ട്രാ എന്താ നമ്മൾ പറയാം, നമ്മളുടെ ലക്ക് അല്ലെങ്കിൽ അൺലക്ക് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നന്നായിട്ട് തന്നെ ഇട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്നൊക്കെ ഇതിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പേപ്പർ വന്നു കഴിഞ്ഞാൽ സ്കോർ ചെയ്യാൻ നല്ലത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെയാണ്. അതിൽ നിന്ന് തന്നെ അത്യാവശ്യം സ്കോറിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു റേഞ്ചിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ അവിടെ സേഫ് ആയിട്ടിരിക്കാൻ മെയിൻസിന് വേണ്ടിയിട്ടുള്ള സ്റ്റഡീസ് തുടങ്ങാൻ പറ്റും. പിന്നെ ഓരോ മാത്സിന്റെ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോ ടൈപ്പുകളാണ്. ഓരോ ടൈപ്പിന് എന്തുണ്ട്, ഓരോ പോർഷൻ നമുക്ക് മാത്സിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പറഞ്ഞാൽ അതിൽ ഓരോ പോർഷനിൽ നിന്ന് ഓരോ ടൈപ്പുകളാണ്. അതിലൊക്കെ സോൾവ് ചെയ്യാനുള്ള എന്താണ് മെത്തേഡ്സ് ഉണ്ട്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാത്സ് ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വറീഡ് ആവണ്ട, ടെൻഷൻ ആവണ്ട. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യാം, ആലോചിച്ച് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി പഠിക്കുക.
ഇതിൽ വന്ന അതേ പോർഷൻസ് തന്നെ അതിൽ വരണമെന്നില്ല. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ടഫായിട്ട് ചോദിക്കാം. വളരെയധികം എന്താണ് നമ്മൾ വിചാരിക്കാത്ത ഏരിയാസിൽ നിന്ന് ചോദിക്കാം. SCERTന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതിൽ SCERTന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു ഹിമാലയാസിന്റെ ഡിവിഷനൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എന്താണ് നമ്മളുടെ ഭാഗ്യ-നിർഭാഗ്യങ്ങളൊക്കെ അനുസരിച്ചിരിക്കും എങ്ങനെയാണെന്നുള്ളത്. നിങ്ങളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ചെയ്യേണ്ടത് മേജറായിട്ട് പഠിക്കണമെന്ന് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറയണത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. കറണ്ട് അഫെയർ ഓറിയന്റഡ് ആയിട്ട് റെലവൻസിൽ നിൽക്കുന്ന കാര്യങ്ങൾ നല്ലവണ്ണം നോക്കുക. 21 മുതൽ 25 വരെയുള്ള പേപ്പേഴ്സ് നന്നായിട്ട് നോക്കാം. ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ ഗ്രാമർ പോർഷൻസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷിന്റെ ഒക്കെ റൂൾസ്, അതുപോലെ തന്നെ വൊക്കാബുലറി പോർഷൻ പ്രീവിയസ് എന്നൊക്കെ വന്നേക്കണതൊന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പേപ്പറിൽ നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്താതിരിക്കുക. അതായത് ജസ്റ്റ് അറിയാത്ത കാര്യങ്ങളും കൂടെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാതെ അറിയണത് മാത്രം ആൻസർ ചെയ്യാം. എന്നിട്ട് അറിയാത്തതിനെ ഹോൾഡിൽ വെച്ചിട്ട് നിങ്ങൾ ലാസ്റ്റ് ഒന്നും കൂടെ നോക്കി എലിമിനേഷൻ വഴി 2 ഓപ്ഷൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ കറപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ അറിയാത്തത് ഒരു ഗസ് വർക്കൗട്ട് പോലെ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ്സിന്റെ എണ്ണം കൂട്ടും. നമ്മളുടെ ഒരു ഇപ്പോൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവും. നമ്മൾ നെഗറ്റീവ്സിന്റെ എണ്ണം കൂടുതലുമാണെങ്കിൽ സ്വാഭാവികമായിട്ട് 40 താഴെയൊക്കെ പോകും നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അറിയുന്നത് മാത്രം ആൻസർ ചെയ്യാം. ആ അറിയുന്നതിന്റെ എണ്ണം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഫുൾ ആൻസർ ചെയ്തിട്ട് എത്ര എണ്ണം ചെയ്തു എന്നുള്ളത്. അതിനുശേഷം വേണം ബാക്കി നിങ്ങൾ ഗസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എലിമിനേഷൻ വഴി എത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ. ഞാൻ സ്റ്റിൽ പറയുന്നു മാത്സ് ഇംഗ്ലീഷ് മലയാളം അത്യാവശ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു 50 മാർക്സ് നമുക്ക് ആ ഒരു മേഖലയിൽ തന്നിരിക്കുകയാണ്, വേണമെങ്കിൽ സ്കോർ ചെയ്തു എന്നുള്ള രീതിയിൽ. അതിൽ നിന്ന് തന്നെ ഒരു 40+ അല്ലെങ്കിൽ വേണ്ട ഒരു 35+ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ബാക്കി ആ GK പോർഷനിൽ ഒരു 20 അത്രയൊക്കെ മേടിച്ചാൽ മതി. 20-25 മാർക്കെങ്കിലും മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ഓഫ് ഒന്നും ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിന്റെ എനിക്ക് പ്രഡിക്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. കാരണം അത് BSc ആണ്, എങ്ങനെ തീരുമാനിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ പറയുന്ന ആൻസർ ഫൈനൽ ആൻസറിൽ വരണമെന്ന് പോലും ഇല്ല. ഓക്കെ, അപ്പോൾ അതൊന്നും ഇപ്പോൾ എഴുതി കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനാവേണ്ട ആവശ്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഇരിക്കാതെ ഗോ ഹെഡ് എന്നുള്ളതാണ്. അടുത്തത് നോക്കുക. ഇപ്പോൾ കുറെ പേർക്ക് എങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ട് ഓഫിന്റെ പ്രഡിക്ഷൻസ് ഒക്കെ നോക്കിയിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവര് ഇല്ലാന്ന് വിചാരിച്ച് ഇപ്പൊ കൂടുതലാണ് കട്ട് ഓഫ് പറയണമെങ്കിൽ ഇല്ലാന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കാം. പക്ഷെ അവർ ചിലപ്പോൾ ഉണ്ടാകും ഇനി കുറവാണ് കട്ട് ഓഫ് എന്ന് വിചാരിച്ച് നമ്മള് ആയിരിക്കും എന്ന് വെച്ചാൽ പഠിച്ചിരുന്നത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ അതൊന്നുമില്ല, കഴിയണത് എന്തായാലും നമ്മൾ എഴുതാനുള്ളത് എഴുതി കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നില്ല അർത്ഥമില്ല. ഓക്കെ, നമ്മളുടെ ആ ഒരു മൈൻഡ് ആ ഒരു എക്സാം ഹോളിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനനുസരിച്ചിരിക്കും ഓരോ ആൻസർ. നമ്മൾ ചിലപ്പോൾ പഠിച്ചതൊക്കെ ആയിരിക്കും, പക്ഷെ ഈ ടെൻഷനാണ് മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. അത് എല്ലാത്തിനും തെറ്റിക്കും. ഓക്കെ, നമ്മളുടെ ബ്രെയിനിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സിനെ പോലും റോങ് ആക്കുന്ന ആള് ടെൻഷനാണ്. സോ നിങ്ങൾ അധികം ടെൻഷൻ ഒന്നും അടിക്കാതെ വളരെ കൂൾ ആറ്റിറ്റ്യൂഡിൽ തന്നെ പോയി എഴുതാൻ ശ്രമിക്കുക. കാരണം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ പിന്നത്തെ വീക്കിൽ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് വരും, ഒരു ഹറിബറി വരും. അയ്യോ ഇനി അത്രയും ദിവസമല്ലേ ഉള്ളൂ, എന്തൊക്കെ നോക്കണ്ട, അവിടെ നോക്കണം ഇവിടെ നോക്കണം, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ബാക്കി പറഞ്ഞ ഈ ഒരു മാത്സ് ഇംഗ്ലീഷ് മലയാളം കൂടുതൽ ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ കിട്ടും, പക്ഷെ അവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും കൂടെ വേണം. ഇപ്പോഴുള്ള ഈ കുറച്ച് സമയമാണെങ്കിൽ പോലും നിങ്ങൾ നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്താൽ മതി. ഇതിൽ സ്മാർട്ട് വർക്ക് മാത്രം മതി, അല്ലാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പഠിച്ചെടുക്കാൻ നോക്കി നിൽക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു മെത്തേഡ് ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യരുത്. അത് നിങ്ങളെ കൂടുതൽ ഹെക്ടിക് ആക്കുകയുള്ളൂ. ഇതുവരെ പഠിക്കാത്ത പോർഷൻസ് വളരെയധികം ഇരുന്ന് പഠിക്കാനും ശ്രമിക്കേണ്ട, അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു 50+ ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനം അത് മതി ഈ ഒരു സമയത്ത്. അപ്പോൾ നല്ലവണ്ണം നോക്കുക. ഞാൻ പറഞ്ഞ പോലെ PYQs കിട്ടാത്തവരുണ്ട് എങ്കിൽ അത് സെപ്പറേറ്റ് MVM അതുപോലെ മറ്റേതും കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് വെച്ചാൽ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഞാൻ കഴിഞ്ഞ കുറച്ച് ഇതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റൻസിന്റെ ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ITD ആണെങ്കിലും മലയാളത്തിന്റെ ഒക്കെ എക്സ്പെക്ടഡ് ഏരിയാസ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ, കാരണം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ സോഫ്റ്റ്വെയർ പാക്കേജസിന്റെ ഒക്കെ ഞാൻ ആപ്ലിക്കേഷനും ഇതും അതുപോലെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിന്റെ കാര്യമൊക്കെ ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഡിഗ്രി പ്രിലിംസ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ, ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഘട്ടങ്ങളിൽ എഴുതുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെ ഞാൻ പറ്റുകയാണെങ്കിൽ ഇതേപോലെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കൊണ്ടുവരാൻ നോക്കാം. ഇപ്പോൾ മലയാളത്തിന്റെ ഞാനൊരു സെറ്റ് എക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലെ എക്സ്പെക്റ്റഡ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം. എക്സാക്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.